ഹലോ, എന്ത് രസമാണ് ഈ രസം! ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു രസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ ആദ്യമേ തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകും ഉലുവയും 1/2 ടീസ്പൂൺ വെച്ചിട്ട് പൊട്ടിക്കുക. അതിനുശേഷം ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് വഴറ്റുക. വെളുത്തുള്ളി വഴഞ്ഞ് കഴിയുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിടുക. വീണ്ടും ഒരു 30 സെക്കൻഡ് ഇളക്കുക. വെളുത്തുള്ളിയും ഒന്ന് മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു 6 അല്ലി ചുമന്നുള്ളി ചതച്ചത് ഇതിലേക്ക് ഇടുക. എല്ലാം നന്നായി വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കുക. ഏകദേശം ഒരു 2 മിനിറ്റ് വേണ്ടി വരും ഇത് ബ്രൗൺ നിറമാകുവാൻ. ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ കായപ്പൊടി മുതലായി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് അതൊക്കെ ഒന്ന് പൊട്ടിച്ച് ഇതിലേക്കിടുക. ചെറിയ തക്കാളി വലുതാണെങ്കിൽ 1/2 കഷ്ണം മുറിച്ചതിലേക്കിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും റെഡ് ചില്ലിയും മുഴുവൻ റെഡ് ചില്ലിയും ഇട്ട് ഇളക്കി മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി കുതിർത്തിയത് അരിച്ചതിലേക്ക് ഒഴിക്കുക. ഇത് ഏകദേശം തിളച്ച് കഴിയുമ്പോൾ ഒരു 2 കപ്പ് വെള്ളം നമുക്ക് വേണ്ടി വരും. 2 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും ഇതിലേക്ക് ചേർക്കുക. ഇപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് 2 കപ്പ് വെള്ളം ചേർക്കാം. 2 കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട്. നമുക്കിനി തിളച്ച് കഴിയുമ്പോൾ ഒരു 3 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോഴേക്കും ഇത് ചെറുതായി കുറുകി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി യോജിച്ച് വരും. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നല്ല എരിവും പുളിയും കലർന്ന ഒരു രസമാണിത്. ഇത് ഇഷ്ടപ്പെടുന്നവർ ട്രൈ ചെയ്ത് നോക്കുവാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അവസാനമായി കൊറിയാൻഡർ ലീവ്സ് ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. Thank you for watching.